ഇവിടെ സ്ക്രീനിൽ ഒരു പർച്ചേസ് ഡേ ബുക്കും അതുപോലെ ഒരു സെയിൽസ് ഡേ ബുക്കും കാണിച്ചിട്ടുണ്ട്. പർച്ചേസ് ഡേ ബുക്കിൻ്റെ ശരിയായ ഫോമിലല്ല, അത്യാവശ്യം ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, അതുപോലെ തന്നെ എമൗണ്ട് സെയിൽസ് ഡേ ബുക്കിന് അത്ര മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇൻവോയ്സ് നമ്പറും അതുപോലെ ലെഡ്ജർ ഫോളിയോ കോളവും കൂടെ സാധാരണ വരാറുണ്ട്. അത് ഇവിടെ ഒഴിവാക്കിയിട്ടൊരു മോഡലിന് വേണ്ടി കാണിച്ചിരിക്കുന്നതാണ്. പർച്ചേസ് ഡേ ബുക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും പർച്ചേസ് ഡേ ബുക്ക് തൊട്ട് ട്രയൽ ബാലൻസ് വരെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിലൊരു എറർ വന്നാൽ നമുക്ക് തിരുത്താനായിട്ട് സാധിക്കുള്ളൂ. പർച്ചേസ് ഡേ ബുക്കിൽ സ്വാതിക്ക് 5,000 സ്വാതിയോട് കടം വാങ്ങിച്ചു, അവിനാഷിനോട് 8,000 വാങ്ങിച്ചു, ഗിരിധറിനോട് 12,000 വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ പർച്ചേസ് ഡേ ബുക്കിൻ്റെ ടോട്ടൽ കാണിച്ചിരിക്കുന്നത് 24,000 ആണ്. അപ്പോൾ 24,000 ടോട്ടൽ കാണിക്കുമ്പോൾ ഇവിടെ സെയിൽസ് ഡേ ബുക്കിൽ ചാക്കോ 15,000, ദിൽബർ 17,000, ശ്രീരാം 24,000, ടോട്ടൽ 56,000 കാണിച്ചിട്ടുണ്ട്. പർച്ചേസ് ഡേ ബുക്കിൽ നിന്ന് പർച്ചേസ് അക്കൗണ്ടിലേക്കും സ്വാതിയുടെ അക്കൗണ്ടിലേക്കും അവിനാഷിൻ്റെ അക്കൗണ്ടിലേക്കും ഗിരിധറിൻ്റെ അക്കൗണ്ടിലേക്കും ട്രാൻസാക്ഷൻസ് നമ്മൾ എഴുതി മാറ്റണം, അതായത് പോസ്റ്റ് ചെയ്യണം. പർച്ചേസ് ഡേ ബുക്കിൽ നിന്ന് പർച്ചേസ് അക്കൗണ്ടിലേക്ക് പർച്ചേസ് ഡേ ബുക്കിൻ്റെ ടോട്ടലായ 24,000 ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. പർച്ചേസസിന് ഡെബിറ്റാണ് ചെയ്യേണ്ടത്, അതുകൊണ്ട് ഇവിടെ ഡെബിറ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ള ആളുകളുടെ അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. പർച്ചേസിന് ഡെബിറ്റ് ചെയ്യുമ്പോൾ ആരോടൊക്കെ കടം വാങ്ങി അവരുടെയൊക്കെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. സ്വാതിയുടെ അക്കൗണ്ടിന് ക്രെഡിറ്റ് സൈഡിൽ എഴുതി, അവിനാഷിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതി, ഗിരിധറിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. അപ്പോൾ പർച്ചേസ് ഡേ ബുക്കിൽ നിന്നുള്ള പോസ്റ്റിംഗ് കംപ്ലീറ്റ് ആയി. അടുത്തതായിട്ട് സെയിൽസ് ഡേ ബുക്കാണ്. സെയിൽസ് ഡേ ബുക്കിൽ സെയിൽസ് അക്കൗണ്ടും ചാക്കോയുടെ അക്കൗണ്ടും ദിൽബറിൻ്റെ അക്കൗണ്ടും ശ്രീറാമിൻ്റെ അക്കൗണ്ടും നമ്മൾ ചെയ്യണം. അപ്പോൾ അവിടെയും 4 അക്കൗണ്ടുകളാണ് താഴോട്ട് കാണുന്നത്. സെയിൽസ് അക്കൗണ്ട്, ചാക്കോയുടെ അക്കൗണ്ട്, ദിൽബറിൻ്റെ അക്കൗണ്ട്, ശ്രീറാമിൻ്റെ അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തപ്പോൾ സെയിൽസ് അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് നൽകുകയും സെയിൽസ് ഡേ ബുക്കിൽ പേരുകളുള്ള ഇത്ര ആളുകളുടെ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയുമാണ് വേണ്ടത്. ചാക്കോ 15,000, ഇത് 17,000, അടുത്തയാൾ ദിൽബറിന് 17,000, ശ്രീറാമിന് 24,000. അപ്പോൾ സെയിൽസ് ഡേ ബുക്കിൽ നിന്നുള്ള പോസ്റ്റിങ്ങും കംപ്ലീറ്റ് ആയി. അപ്പോൾ ഡേ ബുക്കുകൾ എഴുതിയത് ശേഷം അത് നോക്കി ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജോലി ട്രയൽ ബാലൻസ് ഉണ്ടാക്കുകയാണ്. ട്രയൽ ബാലൻസിന് പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ്, ക്രെഡിറ്റ് കോളങ്ങളാണ് ഉള്ളത്. നോക്കാം. പർച്ചേസ് അക്കൗണ്ട്, ഈ ഓരോ അക്കൗണ്ടിൻ്റെ പേരുകളാണ് നമ്മൾ ട്രയൽ ബാലൻസിൽ എഴുതുന്നത്. പർച്ചേസ്, സ്വാതി, അവിനാഷ്, ഗിരിധർ, സെയിൽസ്, ചാക്കോ, ദിൽബർ, ശ്രീരാം, ഇതെല്ലാം ലെഡ്ജർ അക്കൗണ്ടുകളുടെ പേരുകളാണ്. ഈ കാണുന്ന ലെഡ്ജർ അക്കൗണ്ടുകളുടെ പേരുകളാണ് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത്, ട്രയൽ ബാലൻസിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ ചെയ്തു. ടോട്ടൽ ചെയ്തപ്പോൾ വ്യത്യാസം വരുന്നുണ്ട്. സാധാരണഗതിയിൽ ട്രയൽ ബാലൻസ് 2 വശവും തുല്യമാകണം. ട്രയൽ ബാലൻസിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെയ്ത അക്കൗണ്ട്സിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യലാണ്. ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് വശവും ക്രെഡിറ്റ് വശവും തുല്യമായാൽ ഏറെക്കുറെ നമ്മൾ ചെയ്തത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാവുന്നതാണെന്നാണ്. എന്നാൽ ഇവിടെ നോക്കുക, 80,000 81,000 2 ഡിഫറൻറ്റ് എമൗണ്ടുകളാണ് ഡെബിറ്റിലും ക്രെഡിറ്റിലും ടോട്ടൽ വന്നിരിക്കുന്നത്. ഇപ്പോഴിവിടെ ട്രയൽ ബാലൻസ് ടാലി ആവുന്നില്ല. ഇവിടെയാണ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നൊരു അക്കൗണ്ട് നമ്മൾ പുതിയതായിട്ട് എഴുതി ഉണ്ടാക്കുന്നത്. അതായത് ട്രയൽ ബാലൻസിൽ മിസ്റ്റേക്ക് എന്താണെന്ന് പരിശോധിച്ച് കണ്ടെത്തുന്നതിന് സമയം കുറേ ആവശ്യമാണ്. എന്നാൽ ഫൈനൽ അക്കൗണ്ട് ചെയ്യേണ്ട ടൈമായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫൈനൽ അക്കൗണ്ടിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തൽക്കാലം ഇവിടെ എത്ര ഷോർട്ടേജ് ഉണ്ടോ അത്രയും എമൗണ്ട്, ഇവിടെ 81 ഉണ്ട്, ഇവിടെ 80 ഉള്ളൂ. അപ്പോൾ 1,000 ഷോർട്ടുണ്ട്. ആ 1,000 റുപ്പീസ് നമ്മൾ അവിടെ എൻട്രി ചെയ്യും. ഇപ്പോൾ ട്രയൽ ബാലൻസ്
നോക്കുക 81 രണ്ട് വശവും ടാലിയായി. ഇങ്ങനെയാണ് സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ 1000 വന്നു എന്നുള്ളത് 1000 എങ്ങനെ ജനറേറ്റ് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് നോക്കാം. ഇനി സസ്പെൻസ് അക്കൗണ്ട് എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് ആലോചിക്കാം. ഇവിടെ ഈ കോളത്തിൽ 2 റീസൺസ് 2 കോസസ് പറയുന്നുണ്ട്. പർച്ചേസ് ഡേ ബുക്ക് അണ്ടർ കാസ്റ്റ് ₹1000. എന്താണ് പർച്ചേസ് ഡേ ബുക്ക് അണ്ടർ കാസ്റ്റ്? പർച്ചേസ് ഡേ ബുക്ക് ടോട്ടൽ ചെയ്തപ്പോൾ കുറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം പർച്ചേസ് ഡേ ബുക്ക് ശരിയാണ്. പർച്ചേസ് ഡേ ബുക്കിൽ 5000ഉം 8000ഉം 13,000 പ്ലസ് 12,000 25,000 വരേണ്ടതാണ്. പക്ഷേ വന്നിരിക്കുന്നത് 24,000 മാത്രമാണ്. ടോട്ടൽ ചെയ്തപ്പോൾ അവിടെ 1,000 കുറവ് സംഭവിച്ചു. ഈ മിസ്റ്റേക്ക് ഇവിടെ സംഭവിച്ച ഈ മിസ്റ്റേക്ക് തുടർന്ന് അങ്ങോട്ട് ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് കയറിപ്പോയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. പർച്ചേസ് ഡേ ബുക്കിൻ്റെ ടോട്ടൽ എടുത്താണ് പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതിയത്. പർച്ചേസ് അക്കൗണ്ടിൻ്റെ ടോട്ടൽ 1,000 കുറവാണ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 1,000 കുറവാണ്. അതായത് ഡെബിറ്റ് സൈഡ് കുറഞ്ഞു, ഡെബിറ്റിൽ കുറവാണ് 1,000. എന്നാൽ സ്വാതിയുടെ 5,000ഉം അവിനാഷിൻ്റെ 8,000ഉം ഗിരിധറിൻ്റെ 12,000ഉം കൃത്യമായി ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ കുറവ് സംഭവിക്കാതെ ഡെബിറ്റ് സൈഡിൽ മാത്രം കുറവ് സംഭവിച്ചു. ഒരു സൈഡിൽ മാത്രം തെറ്റ് സംഭവിച്ചു. ഇതിനെ നമ്മൾ വൺ സൈഡഡ് എറർ എന്നാണ് പറയുന്നത്. ഡെബിറ്റിൽ മാത്രമോ ക്രെഡിറ്റിൽ മാത്രമോ തെറ്റ് സംഭവിച്ചാൽ അതിനെ വൺ സൈഡഡ് എറർ എന്ന് പറയുന്നു. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ 1,000 കുറഞ്ഞു പോയത് കൊണ്ടാണ് ഇവിടെ നേരത്തെ 80,000 എന്ന് വന്നത്. അവിടെ 1,000 കൂടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ 81,000 ആയി. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടാകുന്നത് വൺ സൈഡഡ് എററുകൾ സംഭവിക്കുമ്പോഴാണ്. വൺ സൈഡഡ് എററുകൾ സംഭവിക്കുമ്പോഴാണ് സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടാകുന്നത്. അടുത്ത ഒരു റീസൺ പറയുന്നത് സെയിൽസ് ടു ദിൽബർ എൻഡേഡ് ഇൻ ദ സെയിൽസ് ഡേ ബുക്ക് ഈസ് ₹2,000 ലെസ്. അതായത് ദിൽബറിൻ്റെ സെയിൽസ് എന്നും പറഞ്ഞ് സെയിൽസ് ഡേ ബുക്കിൽ എഴുതിയത് 2,000 രൂപ കുറവാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം, സെയിൽസ് ഡേ ബുക്കിലേക്ക് പോകാം. സെയിൽസ് ഡേ ബുക്കിൽ ദിൽബർ എന്നും പറഞ്ഞ് നമ്മൾ എഴുതിയിരിക്കുന്ന എമൗണ്ട് 17,000 ആണ്. ആക്ച്വലി ഇത് 19,000 വരണമെന്നാണ് പറയുന്നത്. 19,000 ഇവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ 19,000 ആണെങ്കിൽ ഇത് 58,000 ആയിട്ട് മാറണം. അതായത് 2,000 ഇവിടെ കൂടണം. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കി എഴുതിയ സെയിൽസ് അക്കൗണ്ടിലും സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 58,000 ആവണം. ഇവിടെ 2,000, അതായത് ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 2,000 കൂടണം. ഒപ്പം ഇവിടെ നോക്കി ദിൽബറിൻ്റെ എമൗണ്ട് 17 പകരം 19 ആകണമെങ്കിൽ ദിൽബറിൻ്റെ അക്കൗണ്ടിലേക്ക് എഴുതുമ്പോഴും ഇതുപോലെ തന്നെ ഈ 17 ഡെബിറ്റ് സൈഡിൽ 19 ആവണം. അതായത് ഡെബിറ്റിൽ 2,000 കൂടണം, അതായത് കുറഞ്ഞു പോയി. സെയിൽസിൽ കുറച്ച് എഴുതിയത് കൊണ്ട് സെയിൽസ് ക്രെഡിറ്റ് സൈഡിലും 2,000 കൂടുതൽ എഴുതേണ്ടതായിരുന്നു. അപ്പോൾ ഡെബിറ്റിലും ക്രെഡിറ്റിലും ഒരുപോലെ തന്നെ എമൗണ്ട് കുറഞ്ഞു പോയി. ഇതിനെ നമ്മൾ 2 സൈഡഡ് എറർ എന്നാണ് പറയുന്നത്. ഈ 2,000 കുറഞ്ഞതുകൊണ്ട്, രണ്ട് വശത്തും ഒരുപോലെ കുറഞ്ഞതുകൊണ്ട് ട്രയൽ ബാലൻസിനെ ബാധിച്ചിട്ടില്ല. നോക്കുക, ഇത് 81 ആയിട്ട് തന്നെ നിൽക്കുന്നു. അതായത് ഈ 2,000ൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ, ആ ഒരു പ്രതിഫലനം ട്രയൽ ബാലൻസിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് 2 സൈഡഡ് എററാണ്. വൺ സൈഡഡ് എററുകളാണ് ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ ബാധിക്കുന്നത്. അതായത് ട്രയൽ ബാലൻസ് ടാലി ആകാതെ വന്നത് നേരത്തെ കണ്ട വൺ സൈഡഡ് എറർ മുഖാന്തരമാണ്. ഇപ്പോൾ കണ്ടത് 2 സൈഡഡ് എററാണ്. അതായത് ദിൽബറിൻ്റെ സെയിൽസ് എന്ന് പറയുന്ന എമൗണ്ട് സെയിൽസ് ഡേ ബുക്കിൽ എഴുതിയപ്പോൾ മാറിപ്പോയി, കുറഞ്ഞുപോയി. അപ്പോൾ സെയിൽസിൻ്റെ ടോട്ടലും മാറി, സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് മാറിപ്പോയി, ദിൽബറിൻ്റെ ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് മാറി. ഡെബിറ്റിലും ക്രെഡിറ്റിലും ഒരുപോലെ എമൗണ്ട് മാറിപ്പോയതുകൊണ്ട് ഇതിനെ നമ്മൾ 2 സൈഡഡ് എറർ എന്നാണ് പറയുന്നത്. ഈ 2 സൈഡഡ് എറർ ഒരിക്കലും ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ സസ്പെൻസ് അക്കൗണ്ടിനെ അത് ബാധിക്കില്ല. ഇതിനോടനുബന്ധമായി പറയാം, ഈ 2 തരം മിസ്റ്റേക്കുകളും തിരുത്തുമ്പോൾ, നമ്മൾ തിരുത്തൽ എൻട്രി എഴുതുമ്പോൾ, റെക്ടിഫിക്കേഷൻ ജേണൽ എൻട്രീസ് എഴുതുമ്പോൾ വൺ സൈഡഡ് എറർ മുഖാന്തരം സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടാകുന്നുവെങ്കിൽ വൺ സൈഡഡ് എറർ തിരുത്തുന്ന ജേണൽ എൻട്രിയിൽ ഡെബിറ്റിലോ ക്രെഡിറ്റിലോ സസ്പെൻസ് അക്കൗണ്ട് എന്ന വാക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇനി 2 സൈഡഡ് എറർ തിരുത്തുമ്പോൾ 2 സൈഡഡ് എറർ മുഖാന്തരം സസ്പെൻസ് അക്കൗണ്ട് ജനറേറ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ട് 2 സൈഡഡ് എറർ തിരുത്തുമ്പോൾ സസ്പെൻസ് അക്കൗണ്ട് എന്ന വാക്ക് ഡെബിറ്റിലും ക്രെഡിറ്റിലും നമ്മൾ ഉപയോഗിക്കാറില്ല. അത്തരത്തിലുള്ള ജേണൽ എൻട്രികളിൽ സസ്പെൻസ് അക്കൗണ്ട് എന്ന വാക്ക് ഉപയോഗിക്കാറില്ല. അടുത്തതായി
ഈ പറഞ്ഞിരിക്കുന്ന പർച്ചേസ് ഡേ ബുക്ക് അണ്ടർ കാസ്റ്റ് ₹1000 എന്ന എറർ റെക്ടിഫൈ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താണ്? പർച്ചേസ് ഡേ ബുക്ക് അണ്ടർ കാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പർച്ചേസ് ഡേ ബുക്കിൻ്റെ ടോട്ടൽ കുറഞ്ഞു പോയി. പർച്ചേസ് ഡേ ബുക്കിൻ്റെ ടോട്ടൽ കുറഞ്ഞു പോയാൽ ആ ടോട്ടൽ എടുത്ത് എഴുതുന്ന ഒരേ ഒരു സ്ഥലം പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് വശമാണ്. സോ പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ മാത്രം കുറഞ്ഞു. ബാക്കിയുള്ള സ്വാതിയുടെയോ അവിനാഷിൻ്റെയോ അതുപോലെ ഗിരിധറിൻ്റെയോ അക്കൗണ്ടിന് ഒന്നും സംഭവിക്കുന്നില്ല. പർച്ചേസ് അക്കൗണ്ടിന് മാത്രം സംഭവിച്ചു. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് കുറഞ്ഞു പോയി. പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യുമ്പോഴാണ് അത് വർദ്ധിക്കുന്നത്. ഇവിടെ ഡെബിറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ടിനെ ഒന്നുകൂടി ഡെബിറ്റ് ചെയ്യണം. ജേണൽ എൻട്രിയിൽ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ എന്ന് ഇവിടെ രേഖപ്പെടുത്തി 1000. ഇനി ഇത് വൺ സൈഡഡ് എററാണ്. വൺ സൈഡഡ് എറർ കാരണം ഉണ്ടാകുന്ന അക്കൗണ്ടാണ് സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ വൺ സൈഡഡ് എറർ തിരുത്തുമ്പോൾ സസ്പെൻസ് അക്കൗണ്ട് തന്നെ ഓപ്പോസിറ്റ് വരണം. അതുകൊണ്ട് സസ്പെൻസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് 1000 എന്ന് എഴുതി. അടുത്ത എറർ പറഞ്ഞിരിക്കുന്നത് സെയിൽസ് ടു ദിൽബർ എൻറ്റേർഡ് ഇൻ സെയിൽസ് ഡേ ബുക്ക് ഈസ് ₹2000 ലെസ്. അതായത് ദിൽബറിൻ്റെ സെയിൽസ് 17,000 പകരം 19,000 ആയിരുന്നു വരേണ്ടിയിരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നോക്കി ദിൽബറിൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഡെബിറ്റ് സൈഡിൽ 17,000 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദിൽബറിൻ്റെ ഡെബിറ്റ് സൈഡ്, അതായത് നമ്മുടെ കണക്ക് പുസ്തകത്തിൻ്റെ ഡെബിറ്റ് വശം 2000 കുറവാണ് എഴുതിയിരിക്കുന്നത്. ഇനി സെയിൽസ് ഡേ ബുക്കിൻ്റെ ടോട്ടൽ 56,000 ആണ്. ദിൽബറിൻ്റെ ഇവിടെ 19,000 എഴുതുകയാണെങ്കിൽ ഇത് 58,000 ആവണം. അപ്പോൾ 58,000 വേണം നമ്മൾ സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതാനായിട്ട്. അപ്പോൾ ഇവിടെയും 2000 കുറഞ്ഞു. അതായത് സെയിൽസിൽ 2000 കുറഞ്ഞു, ദിൽബറിൽ 2000 കുറഞ്ഞു. ദിൽബറിൻ്റെ ഡെബിറ്റ് 2000 കുറഞ്ഞു, സെയിൽസിൻ്റെ ക്രെഡിറ്റ് 2000 കുറഞ്ഞു. അപ്പോൾ സെയിൽസിൻ്റെ ക്രെഡിറ്റ് വർദ്ധിപ്പിക്കാൻ ഒന്ന് ക്രെഡിറ്റ് ചെയ്യണം, ദിൽബറിൻ്റെ ഡെബിറ്റ് വർദ്ധിപ്പിക്കാൻ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി വരുന്നത് ദിൽബർ അക്കൗണ്ട് ഡെറ്റർ 2000 ടു സെയിൽസ് അക്കൗണ്ട് 2000. ഇങ്ങനെ രേഖപ്പെടുത്തിയാൽ മതിയാവും.